നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും. ബെന്യാമിൻ ആടുജീവിതം ഭാഗം 3. ജയിലിൽ ദിവസങ്ങൾ ഇങ്ങനെ പിന്നിട്ടപ്പോൾ വല്ലാത്തൊരാധി എന്നെ പിടികൂടി. എനിക്ക് മുൻപേ വന്നവരും പിന്നാലെ വന്നവരും ഒക്കെ നാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞു. എൻ്റെ മാത്രം പേപ്പറുകളൊന്നും ശരിയായിട്ടില്ല. എനിക്കറിയാം, മറ്റുള്ളവർ പാസ്പോർട്ടും മറ്റും കൈവശമുള്ളവരാണ്. അവരുടെ കാര്യങ്ങൾ നടക്കുന്ന അത്ര വേഗത്തിൽ എൻ്റെ കാര്യം നടക്കണമെന്നില്ല. എന്നാലും ഒരു സമയപരിധി ഉണ്ടല്ലോ. ഇതിപ്പോ മാസം 4-5 പിന്നിടുന്നു. പിന്നെ എൻ്റെ നിർഭാഗ്യത്തിന് കൂട്ടായ ഹമീദും ഉണ്ട് എന്നത് മാത്രമായിരുന്നു ഒരു ആശ്വാസം. അവൻ്റെയും പേപ്പർ വർക്കുകൾ ഇതുവരെയും ശരിയായിട്ടില്ല. ഓരോ ആഴ്ചയും എംബസിക്കാർ വരുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഏറുകയും അവർ പോയി കഴിയുമ്പോൾ നിരാശ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാം ശരിയാക്കി തരാമെന്ന് കുഞ്ഞിക്ക പറഞ്ഞത് പ്രകാരമാണ് പോലീസിന്റെ പിടിയിലേക്ക് സ്വയം നടന്നു കയറി ചെന്നത്. ശരിയാവും, കുഞ്ഞിക്കായെ വിശ്വസിക്കാം. എൻ്റെ പടച്ചോനെ, കുഞ്ഞിക്കായെ ഞാൻ വിശ്വസിക്കാതിരുന്നാൽ പിന്നെ ഈ ലോകത്തിൽ മറ്റാരെയാണ് ഞാൻ വിശ്വസിക്കുക? അദ്ദേഹം നിന്റെ പേരിൽ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നു പോയതിലും, നിരാശയുടെ ഒരു അർദ്ധ നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തെ സംശയിച്ചു പോയതിലും നിന്റെ പരമകാരുണ്യം ഉപയോഗിച്ച് എന്നോട് പൊറുക്കേണമേ. എംബസി കാര്യങ്ങളല്ലേ, എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കും. കാത്തിരിക്കുക, കാത്തിരിക്കുക. ഇത്രയും നാൾ സഹിച്ച് കാത്തിരുന്നില്ലേ? ഇനി കുറച്ചു നാൾ കൂടി. പരമകാരുണ്യനായ അള്ളാഹു എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയം ഇനിയും വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ അതിനുള്ള തൃപ്തികരമായ വിശദീകരണം. അന്ന് അറബികൾ വരുന്ന ദിവസമായിരുന്നു. ഞാനും ഹമീദും ഒക്കെ അപ്പോഴേക്കും ജയിലിലെ പഴക്കം ചെന്ന പുള്ളികളായി കഴിഞ്ഞിരുന്നു. അറബികൾ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പുതുക്കക്കാർക്ക് ഒരു ആദിയാണ്. എല്ലാവരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാനും ഹമീദും അവർക്കിടയിലൂടെ നടന്ന് ഏറ്റവും ഒടുവിലായി പോയി നിന്നു. പോലീസുകാരും ഞങ്ങൾക്ക് നല്ല പരിചയക്കാരായി കഴിഞ്ഞിരുന്നു. എൻ്റെ കഥയറിഞ്ഞ് അവർക്കും കുറച്ച് സഹാനുഭൂതി എന്നോടുണ്ട് എന്ന് പറയാം. അതിൻ്റെ ഒരു പരിഗണനയും. അതുകൊണ്ട് തന്നെ വരിയിൽ പുതുക്കക്കാരുടെ ബലം പിടുത്തമൊന്നും ഞങ്ങൾക്കില്ല. വരിയിൽ നിന്ന് വർത്തമാനം പറയുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കുക ഒക്കെ ഞങ്ങളുടെ പതിവായിരുന്നു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാര്യം ഹമീദിനോട് പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഹമീദിന്റെ മുഖഭാവം പൊടുന്നേ നിലച്ചുപോയത്. എന്തു പറ്റിയെന്ന് അതിശയത്തോടെ ഞാൻ അവിടെ നോക്കി. ഏറെ നേരം അവൻ ആ നിൽപ്പ് നിന്നു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ നജീബേ എന്നൊരു വിളി വിളിച്ചു. ആ വിളിയിൽ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. സങ്കടം, ഭീതി, വേദന, കണ്ണീർ, നൊമ്പരം, എല്ലാം അതിൽ സമാഹമം കലർന്നിരുന്നു. ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ വിളിയും അത്രയും വികാരങ്ങൾ ഒന്നിച്ച് സമ്മേളിപ്പിക്കാനാവുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ലോകത്തിൽ ഒരു കലാകാരനും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഒരു പച്ച നിമിഷം. ബാക്കിയൊന്നും ഹമീദ് പറയേണ്ടി വന്നില്ലായിരുന്നു. അവന്റെ കണ്ണുകൾ ഉറഞ്ഞു പോയ വശത്തേക്ക് ഞാൻ നോക്കി. അവിടെ നിന്നൊരു അറബി നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങെത്തുന്നതിനും വളരെ മുമ്പ് ഹമീദ് വലിയ വായിൽ നിലവിളിച്ചു. അതുകൊണ്ട് തന്നെ അറബിക്ക് തന്റെ ഇരയെ അന്വേഷിച്ച് പിന്നെ ഏറെ അലയേണ്ടി വന്നില്ല. അയാൾ തേടി വന്നവൻ ഇതാ കൺമുന്നിൽ നിന്ന് വാവിട്ട് കരയുന്നു. ഹമീദിന്റെ മുഖം കണ്ടതും അറബി ഒരു ചീറ്റ പുലിയെ പോലെ ചാടി വന്ന് അവനെ പൊതിരെ തല്ലി. കൈകൊണ്ടും അരയിൽ നിന്ന് ബെൽറ്റൂരിയും തലയിൽ നിന്ന് ഗത്രയുടെ തിരികെ ചുറ്റായ ഇഖാലൂരിയും അയാളുടെ കലി അടങ്ങുന്നത് വരെ തല്ലി. എല്ലാം നോക്കി നിന്ന് കരയുവാനേ എനിക്കും ബ്ലോക്കിലെ ബാക്കിയുള്ളവർക്കും കഴിഞ്ഞുള്ളൂ. എനിക്ക് നാട്ടിൽ പോകണം, എനിക്കിവിടെ വയ്യ, ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ വിടൂ എന്നിങ്ങനെ ഹമീദ് അലറി കരഞ്ഞിട്ടുണ്ടെങ്കിലും അറബി അവനെ വലിച്ചഴിച്ച് വാർഡന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി.
അന്നാണ് ഞാൻ ഹമീദിനെ അവസാനമായി കാണുന്നത്. പിന്നെ ഒരിക്കലും അവനെപ്പറ്റി യാതൊരു വിവരവും അറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവൻ്റെ ബാക്കി ജീവിതം എന്തായി തീർന്നു എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ പാതി വഴിയിൽ അപൂർണമായി പോകുന്ന എത്ര ജീവിതങ്ങൾ, സ്വന്തം കഥ ആരോടും പറയാനാവാതെ ഒടുങ്ങിപ്പോകുന്ന നിസ്സഹായ ജീവികൾ. കുറച്ചു ദിവസത്തെ പരിചയം, ഏറെ സൗഹൃദം, അതായിരുന്നു എനിക്ക് ഹമീദ്. അറബിയുടെ തോട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു അവന്. രാവോളം പണിയും, നിറയെ മർദ്ദനങ്ങളും കുറച്ചു കൂലിയും. സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവനൊരു ദിവസം തോട്ടം വിട്ട് ഓടിപ്പോകുന്നത്. ജയിലിൽ എത്തിയപ്പോഴേക്കും ഞാൻ അനുഭവിച്ചതിൻ്റെ 4 ഇരട്ടി സന്തോഷമായിരുന്നു ഹമീദിന്. പുറം ലോകത്തു നിന്നും സർക്കാർ സുരക്ഷിതത്തിൽ എത്തിയതോടെ ഇനി മേലിൽ താൻ അറബിയുടെ പിടിയിലാവാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവന്. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറിയുന്നത്. അന്ന് ബ്ലോക്ക് മുഴുവൻ നിറഞ്ഞ നിശബ്ദതയായിരുന്നു. അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാവരോടും അവൻ സന്തോഷത്തോടെ ഇടപെട്ടു. വലിയ തമാശകൾ പറഞ്ഞു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിറയെ ആശ്വസിപ്പിക്കലുകൾ നടത്തി. അവസാനം അവൻ വലിയ നിലവിളിയോടെ ഞങ്ങൾക്കിടയിൽ നിന്നും വലിച്ചിഴക്കപ്പെടുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. അത്ര വലിയ കരച്ചിലോടെ അടുത്ത കാലത്തെങ്ങും ഒരാളും അറബിക്കൊപ്പം മടങ്ങിപ്പോയതായി ഓർമ്മയില്ല. പിറ്റേന്നാണ് അതിലും വലിയ സങ്കടം തോന്നിയത്. അന്ന് എംബസി ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ആദ്യം വിളിച്ച പേര് ഹമീദിൻ്റെതായിരുന്നു. ഓ, എന്റെ പടച്ച തമ്പുരാനെ, കഴിഞ്ഞ ആഴ്ച ഈ പേര് വിളിക്കപ്പെടാൻ നീ അവസരം ഒരുക്കിയില്ലല്ലോ. എങ്കിൽ അവന്റെ ജീവിതം എത്ര വ്യത്യസ്തവും സന്തോഷവും നിറഞ്ഞതാവുമായിരുന്നു. ഇല്ല, നിന്റെ വിധിയിൽ ന്യായവിസ്താരം നടത്താൻ ഞാൻ തുനിയുന്നില്ല. നിന്റെ കണിശതയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ അവനു വേണ്ടി മാറ്റിവെച്ച സങ്കടത്തിന്റെ ദിനങ്ങൾ അവസാനിക്കുവാൻ ഇനിയും സമയമുണ്ടെന്ന് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഹമീദ് പോയതോടെ ഞാൻ ജയിലിൽ വല്ലാതെ ഒറ്റപ്പെട്ടു. പുതുതായി വന്നവരോട് എനിക്കധികം സൗഹൃദമൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഞാൻ വല്ല മൂലയ്ക്കും ഒതുങ്ങിക്കൂടും. വല്ലപ്പോഴും വല്ലതും കഴിക്കും, മിക്ക ദിവസങ്ങളിലും കഴിക്കില്ല. ഹമീദിന്റെ നഷ്ടം എനിക്ക് ഉന്മേഷത്തിന്റെ നഷ്ടമായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ എംബസിക്കാർ വരുമ്പോൾ മാത്രമാണ് ഞാനൊന്ന് ഉണരുക. ആകാംക്ഷയോടെ കാത്തു നിൽക്കും എൻ്റെ പേര് വിളിക്കപ്പെടാനായി. പക്ഷേ ഒരിക്കലും അത് സംഭവിച്ചില്ല. അവരോട് പറ്റിക്കൂടി ചോദിക്കുമ്പോൾ ഇനിയും ശരിയായി വരാനുള്ള നൂലാമാലകൾ പിടിച്ച നിരവധി പേപ്പറുകളുടെ കഥ പറയും. എന്നാലും അടുത്ത ആഴ്ചയിലേക്ക് ശരിയായേക്കും എന്നൊരു പ്രതീക്ഷ തന്നിട്ടാണ് അവരെല്ലാവരും പോകാറ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയിലേക്ക് വളരുകയും നിരാശയിലേക്ക് തളരുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ജയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കെ അറബി പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം ഭീതിയോ ആകാംക്ഷയോ നിരാശയോ ഒന്നുമില്ലാതെ ഞാൻ വരിയിൽ നിൽക്കുകയാണ്. നിരവധി അറബികൾ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് വരിയുടെ അങ്ങേ തലയിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളടി പാഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമീദ് വിളിച്ചതുപോലെ ഒരു വിളി ഞാൻ എൻ്റെ അള്ളാവിനെ വിളിച്ചുപോയി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും ഇനി ഒരിക്കലും എന്നെ തേടി വരില്ലെന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന എൻ്റെ സ്വന്തം അർബാബ് ആയിരുന്നു അത്. അർബാബ് ഏതാണ്ട് 4 വർഷം മുൻപ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ്. ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഒന്നാം ഇറാഖ് യുദ്ധം ഗൾഫ് മേഖലയിൽ ഉയർത്തിയ അശാന്തിയുടെ പൊടിപടലങ്ങൾ ഏതാണ്ട് അടങ്ങിയ കാലം. ഒരു ചെറിയ ഇടവേളയിലെ മാന്ദ്യത്തിനു ശേഷം എണ്ണ രാജ്യങ്ങളിലെല്ലാം ജോലി സാധ്യതകളുടെ വേലിയേറ്റമുണ്ടായ കാലം. ഒരു വിസ കൊടുക്കാനുണ്ടെന്ന് തികച്ചും യാദൃശ്ചികമായി കരുവറ്റക്കാരൻ ഒരു സുഹൃത്ത് വഴിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അതുവരെ ഒരിക്കലും മനസ്സിലില്ലാതിരുന്ന ഒരു മോഹം എനിക്കും തോന്നി.
എത്ര കാലമായി ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാൻകുഴിയിട്ട് ജീവിക്കുന്നു. ഒരു വട്ടം പോയാലെന്താ? ഏറെ നാളത്തേക്കൊന്നും വേണ്ട. അതിന് മാത്രം അത്യാഗ്രഹവുമില്ല. അല്ലറ ചില്ലറ കടങ്ങളുള്ളത് വീട്ടണം. വീടിന് ഒരു മുറി ഇറക്കണം. എല്ലാ സാധാരണ മലയാളികളുടെയും സാധാരണ മോഹങ്ങൾ മാത്രം. അതുതന്നെയുമല്ല, പുഴയിൽ നിന്ന് മണൽവാരലൊക്കെ നിയന്ത്രിക്കാൻ പോവുകയാണെന്ന് ഒരു പറച്ചിലുമുണ്ട്. അതുകൂടെ പോയാൽ പിന്നെ മറ്റെന്ത് പണി കിട്ടാനാണ്? പട്ടിണി കിടക്കാൻ പറ്റുമോ? പണ്ടായിരുന്നെങ്കിൽ കിടക്കാമായിരുന്നു. കിടന്നിട്ടുമുണ്ട്. ഇപ്പോ ഉമ്മാടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കല്യാണം കഴിച്ചു. അവൾ 4 മാസം ഗർഭിണിയുമാണ്. ചിലവുകൾക്ക് മേൽ ചിലവുകൾ മണൽ കൂന പോലെ വന്നു നിറയാൻ പോകുന്ന കാലം. തന്നെയുമല്ല, അടുത്തിടെയായിട്ട് നിലയ്ക്കാത്ത പനിയും ചുമയും. ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിൻ്റെതാവണം. ഇതിങ്ങനെ നിന്നാൽ വല്ല ന്യൂമോണിയ വരാനും മതി. എന്ന് വെച്ച് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പടച്ചോനായിട്ട് കൊണ്ടുതന്ന അവസരമായിരിക്കണം. നഷ്ടപ്പെടുത്താൻ പാടില്ല. ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ പറ. എൻ്റെ അളിയൻ്റെ വഴിക്കാണ്. അളിയൻ അവധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ പൈസ കൊടുത്തു വിട്ട 2 മാസത്തിനകം വിസ അയച്ചു തരും, കൂട്ടുകാരൻ പറഞ്ഞു. അടുത്തിടെ സൈനുവിൻ്റെ നിർബന്ധം സഹിക്കാനാവാതെ ഒരു കാരണവുമില്ലാതെ എടുത്തിട്ട പാസ്പോർട്ടിൻ്റെ കോപ്പി മനസ്സിൻ്റെ മൂലയിൽ എവിടെയോ കിടന്നു തിളങ്ങി. ഉണ്ട്, ഒരാളുണ്ട്, മറ്റാർക്കും കൊടുക്കണ്ട. ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു. എങ്കിൽ നാളെ തന്നെ വീട്ടിലോട്ട് വാ. നമുക്കൊരുമിച്ച് അളിയനെ പോയി കാണാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. കൂട്ടുകാരൻ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആധിയായിരുന്നു. വേണമോ വേണ്ടയോ? ഏറെ നേരം മനസ്സിലിട്ട് ആലോചിച്ച് നടന്നു. വെറുതെ കിട്ടാതെ വന്നപ്പോൾ മാത്രമാണ് സൈനുവിനോട് പറഞ്ഞത്. കേട്ടതും എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവൾക്കും ഉത്സാഹമായി. ഇക്ക, പടച്ചോനായിട്ട് കൊണ്ടുതന്ന അവസരമാണ്, കളയരുത്. എത്ര നാളായിട്ട് ഞാൻ എൻ്റെ ഇക്കാമാരോട് പറയുന്നു, ഒന്നും നടന്നിട്ടില്ലല്ലോ. അവളുടെ 2 ആങ്ങളമാരും നേരത്തെ ഗൾഫിലാണ്. പക്ഷെ സൈനു വല്ലതും ജാസ്തി കൊടുക്കേണ്ടി വരില്ലേ? നമ്മുടെ കയ്യിൽ മനസ്സ് വെച്ച ഒക്കെ ഉണ്ടാവുക. ഈ നാട്ടിലുള്ളവരൊക്കെ കൈ നിറയെ പണം വെച്ചിട്ടാണോ പോകാനൊരുങ്ങുന്നത്? ഇക്ക ധൈര്യമായിട്ട് ചെന്ന് കരുവറ്റക്കാരനെ കാണ്. അവൾ എപ്പോഴും അങ്ങനെയാണ്. നിരാശയുടെ ഒരു വാക്ക് ആ നാവിൽ നിന്ന് വരില്ല. ഏതില്ലായ്മയിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കേമി. പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണമെന്ന് രഹസ്യത്തിലെങ്കിലും അഭിമാനപ്പെട്ടു പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. എങ്കിലും അതിനിടെ പലവട്ടം പിറ്റേന്ന് തന്നെ കൂട്ടുകാരനെയും കൂട്ടി അളിയനെ പോയി കണ്ടു. 30,000 ചോദിച്ചത്. അതിൽ 20 അളിയൻ 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് കൊടുക്കണം. അത് അറബിക്ക് കൊടുത്തിട്ട് വേണം വിസ ശരിപ്പെടുത്താൻ. ബാക്കി 10 ടിക്കറ്റിനും മറ്റു ചെലവുകൾക്കുമായി വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ബോംബെയിൽ ഏജന്റിന് കൊടുത്താൽ മതി. ഞാൻ കൂട്ടിയാൽ കൂടുന്ന തുകയായിരുന്നില്ല 30. എന്നിട്ടും അന്നേരത്തെ എന്തോ ഒരു ധൈര്യത്തിൽ സമ്മതിച്ചു. തരാം. പിന്നത്തെ ഒരാഴ്ച ഞാൻ ഓടിയ ഓട്ടം. കൊണ്ടുപോയി സഹായിക്കാൻ അടുത്ത ബന്ധുക്കൾ ആരും ഗൾഫിലില്ലാത്ത ഓരോ ഗൾഫുകാരൻ്റെയും ജീവിതത്തിൽ കാണും അത്തരത്തിലൊരു ഓട്ടത്തിൻ്റെ കഥ. സൈനുവിൻ്റെ കഴുത്തിൽ കിടന്ന ഇത്തിരി പൊന്നു പണയം വെച്ചും വീടിൻ്റെ ആധാരമെടുത്ത് ബാങ്കിലേക്ക് ഓടി കൂട്ടത്തിൽ മണൽ വാരുന്നവരോടൊക്കെ നുള്ളിപ്പെറുക്കിയും അറിയാവുന്നവരോടൊക്കെ കൊച്ചു കൊച്ചു തുകകൾ കടം വാങ്ങിയും ഒപ്പിച്ചു. അതെ, ഒപ്പിച്ചു എന്ന വാക്കാണ് അതിന് ചേരുക. ഏതായാലും അളിയൻ പോകുന്നതിൻ്റെ തലേന്ന് രാത്രി തുക എത്തിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രം പറഞ്ഞാൽ മതി. അബുദാബിയിലുള്ള സൈനുവിൻ്റെ ആംഗ്ലമാരോട് ചോദിക്കാമായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞത് അവൾ തന്നെയാണ്. ഇത്ര നാളെ എന്നെ ഒരു കര പറ്റിക്കാത്തതിൻ്റെ ദേഷ്യം അവൾക്കും ഉണ്ടായിരുന്നു. പിന്നൊരു 2 മാസം, അത് കാത്തിരിപ്പിൻ്റെയും സ്വപ്നത്തിൻ്റെയും മാസങ്ങളായിരുന്നു. മറ്റൊരു കടം വാങ്ങൽ പരമ്പരയുടെയും. ഏജന്റിന് കൊടുക്കാനുള്ള ബാക്കി 10 കൂടി സംഘടിപ്പിക്കണമായിരുന്നല്ലോ. അതും ഒപ്പിച്ചെടുത്തു. അതിനിടെ നിറയെ സ്വപ്നങ്ങൾ കണ്ടു. ഒരു പക്ഷേ 14 ലക്ഷത്തോളം വരുന്ന ഗൾഫ് മലയാളികൾ ഏതൊരാളും നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള തരം യഥാസ്ഥിതിക സ്വപ്നങ്ങൾ. ഗോൾഡൻ വാച്ച്, ഫ്രിഡ്ജ്, TV, കാറ്, AC, ടേപ്പ് റെക്കോർഡർ, VCP, കട്ടിയിലൊരു സ്വർണ്ണ മാല.
രാത്രി കിടക്കുമ്പോൾ അതൊക്കെ വെറുതെ സൈനുവുമായി പങ്കുവച്ചു. ഒന്നും വേണ്ടിക്ക, നമ്മുടെ കുഞ്ഞിന് മകനോ മകളോ ജീവിക്കാനുള്ള അല്ലറ ചില്ലറ വകയാകുമ്പോൾ മടങ്ങിപ്പോന്നേക്കണം. എൻ്റെ ഇക്കാക്കന്മാരെ പോലെ നമുക്കൊന്നും വാരിക്കൂട്ടണ്ട. മണിമാളികയും വേണ്ട, ഒന്നും വേണ്ട, ഒന്നിച്ചൊരു ജീവിതം, അത്ര മാത്രം മതി. ഒരുപക്ഷെ ഗൾഫിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഏത് പുരുഷന്മാരോടും അവരുടെ ഭാര്യമാർ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം. എന്നിട്ടും അവർക്ക് 20-30 വർഷങ്ങൾ അവിടെ ചെലവിടേണ്ടി വരുന്നു. എന്താണാവോ ആ പ്രഹേളിക്ക് കാരണം? അവസാനം വിസ റെഡി, ബാക്കി തുകയുമായി വരിക. ബോംബെയിൽ നിന്നും ഏജന്റിന്റെ ടെലിഗ്രാം വന്നു. അന്നേരം ഞാൻ അനുഭവിച്ച സന്തോഷം ഇതിനോടകം ഗൾഫിൽ ചെന്നപ്പെട്ടിട്ടുള്ള ദശലക്ഷക്കണക്കിന് മലയാളികൾ ഏതൊരാളുടെ സന്തോഷത്തിനും മേലെയായിരുന്നു അത്. എനിക്ക് ഉറപ്പായിരുന്നു. ആ രാത്രി ഞാൻ സന്തോഷിച്ച പോലെ മറ്റാരും സന്തോഷം കാണില്ല. ആ രാത്രി ഞാൻ സൈനുവിനെ കെട്ടിപ്പിടിച്ചതുപോലെ ആരും സ്വന്തം ഭാര്യയെ പുണർന്നു കാണില്ല. ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ. അതിൻ്റെ ജനന സമയത്ത് ഞാൻ അരികിൽ ഉണ്ടാവില്ലല്ലോ. എൻ്റെ സൈനുവിൻ്റെ വലിയ വേദനയിൽ അടുത്ത് നിന്ന് തലോടി കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ സൈനുവിൻ്റെ വീർത്തു വരുന്ന വയറ്റിൽ മതിയാവാതെ ഉമ്മ കൊടുത്തു. എൻ്റെ നബീലെ, എൻ്റെ സഫിയ, എൻ്റെ കുഞ്ഞിനാണ് ഞാൻ കണ്ടുവച്ചിരുന്ന പേരുകൾ. എൻ്റെ കുഞ്ഞി, എൻ്റെ ചക്കി, എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കാൻ ഞാൻ കണ്ടുവച്ചിരുന്ന പേരുകൾ. എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ ഈ ഭൂമിയിലേക്ക് കൺതുറന്നു വരുന്നത് കാണാൻ ഈ ഉപ്പ നിന്റെ അടുത്തുണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് കൈ നിറയെ സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു 4ാം സിനിമാ രംഗത്തിന്റെ ഛർദിൽ മണം അതിൽ നിന്നും വല്ലാതെ തികട്ടി വരുന്നത് പോലെ. നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോഴെങ്കിലും സിനിമാ രംഗത്തേക്കാൾ പരിഹാസം നിറഞ്ഞതായി പോവാറുണ്ട് അല്ലേ? വിസ വന്ന വിവരം അറിയിക്കാൻ കരുവാറ്റക്കാരൻ സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ധനുവച്ചപുരത്തുള്ള ഒരു പയ്യനും എനിക്കൊപ്പം വിസ വന്നിട്ടുണ്ട്. അതെ, അളിയൻ വഴിക്ക്. അതേ കമ്പനിയിലേക്ക് 2 പേർക്കും. പുറം ലോകം അറിയാത്തതല്ലേ, ഒന്നിച്ചു പോകാം. ഞങ്ങൾ ഒന്നിച്ചാണ് കായംകുളത്ത് നിന്നും ജയന്തി ജനതയിൽ കയറിയത്. അന്നേരം മാത്രമാണ് മീശ കുരുത്തിട്ടില്ലാത്ത മെലിഞ്ഞു കുലുന്നേയുള്ള ആ പയ്യനെ പരിചയപ്പെടുന്നത്. പേര് ഹക്കീം. മോനെ, ഹക്കീം പുറത്തൊന്നും പോയിട്ടുള്ളവനല്ല, നിന്നെ കൂട്ടിയാണ് വിടുന്നത്, നോക്കിക്കോണ്ടേ. ഹക്കീമിന്റെ ഉമ്മ ജനാലയുടെ കരഞ്ഞു. സൈനുവിന്റെയും ഉമ്മയുടെയും കരച്ചിലേക്ക് ഞാൻ കണ്ണു കൊടുത്തതേയില്ല. പൊതുജന മധ്യത്തിൽ വെച്ച് വിങ്ങിപ്പൊട്ടാൻ എനിക്ക് മടിയായിരുന്നു. സന്തോഷത്തെക്കാളേറെ ആധിയുടെ യാത്രയായിരുന്നു അത്. യാത്രയുടെ വൈഷമ്യങ്ങൾ ഓർത്തുള്ള ആധി, ബാഗിൽ പണമിരിക്കുന്നതിന്റെ ആധി, എത്തിപ്പെടുന്ന നഗരത്തെക്കുറിച്ചുള്ള ആധി, ഏജൻസികൾ നടത്തിയിട്ടുള്ള തട്ടിപ്പു കഥകൾ ഓർത്തുള്ള ആധി. അയൽപ്പക്കത്തുള്ള ഒരു പഴയ കൂട്ടുകാരൻ ശശിയെ വിവരമറിയിച്ചിട്ടുണ്ട്. അവൻ യഥാസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമോ എന്ന ആധി. 3 ദിവസം മുഴുവൻ ആ ആധികൾ തെല്ലും കളയാതെ ഞാൻ തിന്നു. എൻ്റെ മാത്രമല്ല, ഹക്കീമിന്റെ ആദികൾ കൂടി തിന്നത് ഞാനാണ്. അവൻ പയ്യൻ. അവൻ ഉല്ലാസത്തോടെ കളിച്ചു ചിരിച്ച് യാത്ര ചെയ്തു. ബോംബെയിൽ ചെന്നിറങ്ങിയതോടെ അതുവരെ ഉണ്ടായിരുന്ന ആധികളുടെ എല്ലാം കെട്ടഴിഞ്ഞു പോയി. എല്ലാത്തിനും സ്വന്തം പോലെ ശശി കൂടെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ബോംബെ മലയാളികളുടെ ശുഷ്കാന്തി സമ്മതിക്കാതെ വയ്യ. എനിക്ക് വേണ്ടി ശശി 2 ദിവസത്തെ ജോലി നഷ്ടപ്പെടുത്തുക കൂടി ചെയ്തു. ഒറിജിനൽ വിസ കാണിച്ച ശേഷമാണ് ഏജൻസിക്ക് പൈസ കൊടുത്തത്. താമസം ശശിയോടും ബാക്കി 8 പേരോടൊപ്പം ഒരു മുറിയിൽ. ഞങ്ങളുടെ കൂടി ഉൾക്കൊള്ളാൻ ആ മുറിക്കൊരു പ്രയാസവും തോന്നിയില്ല. ഇനി 2 പേർ വന്നാൽ കൂടി സ്വീകരിക്കാൻ ആ മുറി ഒരുക്കമായിരുന്നു. അതും ബോംബെ മലയാളിക്ക് മാത്രം സാധ്യമാകുന്ന വിശാലത. 2 ആഴ്ചക്കാലം ബോംബെയിൽ ഉണ്ടായിരുന്നു. നീണ്ട 2 ആഴ്ചക്കാലം, സമയം ഒരിക്കലും നീങ്ങാത്ത 2 ആഴ്ചക്കാലം. ഓരോ നിമിഷത്തിനും ഒരു നൂറ്റാണ്ടിന്റെയും ഓരോ ദിവസത്തിനും ഒരു യുഗത്തിന്റെയും നീളമുണ്ടെന്ന് തോന്നിച്ച 2 ആഴ്ച. ശശിയും കൂട്ടുകാരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും ഹക്കീമും കൂടി നടക്കാനിറങ്ങും. എവിടേക്കെന്നറിയാതെ, ഏത് വഴിയെന്നറിയാതെ, സംസാരിക്കാൻ ഒരു ഭാഷ വശമില്ലാതെ
വെറുതെ നടന്നു. ഒക്കെ ഒരു ധൈര്യമായിരുന്നു. ഞങ്ങൾ ധാരാവിലെ ചേരിയിലൂടെ നടന്നു. ഇടുങ്ങിയ നീണ്ട ഗലികൾ പിന്നിട്ട് അന്ധേരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ പോയി നിന്ന് യാത്രക്കാരുടെ തിക്കും തിരക്കും കണ്ട് പാവുബജി കഴിച്ച് സർബത്ത് കുടിച്ച് സിനിമയ്ക്ക് കയറി. രാത്രി ശശിയോടത്ത് ബിയർ കുടിച്ച്. ഹക്കീമിന് കൂൾ ഡ്രിങ്ക്സ് കേട്ടോ. ഡാൻസ് ബാറിൽ പോയി. രാത്രി എപ്പോഴെങ്കിലും മടങ്ങി വന്ന ഉല്ലാസത്തിന്റെ 2 ആഴ്ച. ഒടുവിൽ ആ യാത്രാ ദിവസം വന്നെത്തി. എനിക്കധികം ലഗേജ് ഒന്നുമില്ലായിരുന്നു. സൈനുവിൻ്റെ വല്ലായ്മയിലും സ്നേഹം പുരട്ടി വറുത്തു തന്ന കുറച്ച് ഉപ്പേരി, നാരങ്ങ അച്ചാർ, ഉമ്മ ക്ഷീണം മറന്ന് ഇടിച്ചു തന്ന ഇത്തിരി ചമ്മന്തിപ്പൊടി, ആറ്റുവാള അച്ചാർ, 2-3 ജോഡി വസ്ത്രങ്ങൾ. എന്തിനായിക്കാധികം? ഇഷ്ടം പോലെ കിട്ടുന്ന ദേശത്തേക്കല്ലേ പോകുന്നത്. ഒരു തോർത്ത്, 2 സോപ്പ്, ഒരു ചെറിയ പേസ്റ്റ്, ഒരു ബ്രഷ്, പിന്നെ പാസ്പോർട്ട്, ടിക്കറ്റ്, കുറച്ച് ഇന്ത്യൻ രൂപ. തീർന്നു. പക്ഷേ ഹക്കീമിനൊരു ഭാണ്ഡം തന്നെ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് ഒരു നൂറ്റാണ്ടുകാലം കഴിയാനുള്ള വക അവൻ്റെ ബാഗിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അത് പറഞ്ഞ് ഞാനും ശശിയും കൂടി അവനെ ഏറെ കളിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവൻ്റെ ഒരു ചൂളൽ, അത് കാണാനായിരുന്നു ഞങ്ങൾ അവനെ വെറുതെ തിരികേറ്റുന്നത്. എയർപോർട്ടിലേക്ക് ശശിയും മുറിയിലുണ്ടായിരുന്ന മറ്റൊരാളും വന്നിരുന്നു. ചെന്നാലുടൻ അറബിയെ ചാക്കിട്ട് പിടിച്ച് 2 വിസ സംഘടിപ്പിക്കാമെന്നും അത് നിങ്ങൾക്ക് അയച്ചു തരാമെന്നും എല്ലാ ഗൾഫ് മലയാളികളും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എയർപോർട്ടിൽ വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു വാഗ്ദാനം ഞാൻ ശശിക്കും സുഹൃത്തിനും കൊടുത്തു. എത്ര കേട്ടിരിക്കുന്നു എന്ന മട്ടിൽ അവർ വെറുതെ ചിരിച്ചിരിക്കണം. എന്നാലും ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ മുളപൊട്ടിക്കാണില്ലേ? ഇത്തരം ചില പ്രതീക്ഷകളുടെ മുകളിലാവുമോ ബോംബെ മലയാളി അവന്റെ ദുരിത ജീവിതം തള്ളി നീക്കുന്നത്? ഒരാഴ്ചക്കാലം കാത്തതിന്റെ പ്രതിഫലമായി എൻ്റെ കയ്യിൽ കിടന്ന വാച്ച് അഴിച്ച് ഞാൻ ശശിക്ക് കൊടുത്തു. സൈനുവിന്റെ ആങ്ങള ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നത്. പിന്നെ എയർപോർട്ടിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ഏറെ നേരം പരിശ്രമിച്ച് നാട്ടിൽ അയൽപ്പക്കത്തുള്ള ഒരു മാപ്പിളയുടെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ ഒന്ന് പറഞ്ഞേക്കാൻ ഏൽപ്പിച്ചു. എയർപോർട്ടിൽ എല്ലാം ഭംഗിയായും വേഗത്തിലും നടന്നു. എമിഗ്രേഷൻ മാത്രം എന്തോ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഹിന്ദിയും അയാൾക്ക് മലയാളവും അറിയാത്തത് കൊണ്ടും 100ന്റെ ഒരു താൾ പാസ്പോർട്ടിനുള്ളിൽ വെച്ച് നീട്ടിയത് കൊണ്ടും ആ കടമ്പ വേഗം കടന്നു കിട്ടി. എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു. 4.5 മണിക്കൂർ യാത്ര, ബോംബെ ടു റിയാദ്. അങ്ങനെ 1992 ഏപ്രിൽ മാസം 4-ാം തീയതി പ്രാദേശിക സമയം വൈകിട്ട് 4:30 ഞാൻ റിയാദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി. എൻ്റെ സ്വപ്നങ്ങളുടെ നഗരമേ, ഞാനിതാ വന്നെത്തിയിരിക്കുന്നു. എന്നെ സദയം സ്വീകരിച്ചാലും അഹ്ലാൻ വഹ് സഹ്ലാൻ.